നമ്മളൊരു വീടിന്റെ ഇന്റീരിയർ ആണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ആക്ച്വലി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ എലിവേഷൻ ആയിരിക്കും നമ്മൾ നോക്കണം. എലിവേഷൻ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ അത് പാർട്ട് ഓഫ് ദി ഇനീഷ്യൽ പ്ലാനിങ് ഉണ്ടാവും. ആൻഡ് കമ്മിങ് ടു ഇന്റീരിയേഴ്സ് നമുക്ക് ഡിപ്പെൻസ്. ഇപ്പം ഒരു ഫാമിലി ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 90% സ്റ്റാർട്ട്സ് വിത്ത് ദ കിച്ചൺ. അപ്പം ഒരു കിച്ചൺ സ്പേസിൽ നിന്നായിരിക്കും ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാം വേറെ വേറെ ഡിസൈൻ അല്ല. ഫുള്ളി ഒരു വീട് നമ്മളൊരു വീടിൻ്റെ ഒരു എൻട്രി തൊട്ട് എക്സിറ്റ് വരെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവിങ് റൂമിൽ നിന്നായിരിക്കാം. ആൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കിച്ചൺ ബെഡ്റൂം അങ്ങനെ ആ ഒരു ഫ്ലോയിലായിരിക്കും പോകുന്നത്. പക്ഷേ ദർ ആർ ഫ്യൂ കേസസ് വെർ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ. ബിക്കോസ് ഒരു ഫാമിലി ആകുമ്പം ലൈക്ക് ഒരു ഹൗസ് വൈഫ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലേക്കായിരിക്കാം. സോ ദർ ആർ കേസസ് വെർ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ. സോ കിച്ചണിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കിച്ചനായിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതേപോലെ ഡൈനിങ് ടേബിളും കിച്ചണിൽ തന്നെ നമ്മൾക്ക് അഡീഷണലി ഇപ്പം വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പിൾ ഓഫ് തിങ്സ് ലൈക്ക് ഇപ്പം ചില ക്ലയൻസ് നമുക്ക് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ചില ക്ലയൻസ് നമ്മൾ ലിവിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പം ചില കേസുകളിൽ കിഡ്സ് ബെഡ്റൂം ആയിരിക്കാം. സോ ഫസ്റ്റ് തിങ് ദേ പ്രയോറിറ്റൈസ് ദെയർ കിഡ്സ്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലയൻസ് റിക്വയർമെന്റ്. ഈ കിഡ്സ് ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ്, ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ ആ ഒരു റൂമിനെ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരില്ലേ? അങ്ങനെ ഏതെങ്കിലും കേസസ്? ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്ത പല പ്രോജക്ട്സിലും അങ്ങനെ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇപ്പം പറയുകയാണെങ്കിൽ ആ ഒരു പ്രായം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ കിഡ്സ് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേനും കൂടുതൽ വാൾപേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വിച്ച് ഇസ് ഈസിലി റിമൂവബിൾ, അല്ലെങ്കിൽ അതിന് മേലെ തന്നെ നമുക്ക് പുതിയൊരു വാൾപേപ്പേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അങ്ങനെ വരുമ്പോഴത്തേനും എവറി ഇയർ ലൈക്ക് ഇപ്പം ആ കുട്ടി വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ മേലെ പുതിയ ടൈപ്പ് ഓഫ് വാൾപേപ്പേഴ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം എല്ലാവരും 2-3 ഇയേഴ്സിൽ ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക്സ് എല്ലാം ചെയ്യാറുണ്ട്. സോ പെയിന്റിങ് വർക്ക്സ് എന്തായാലും വരും. പിന്നെ അതേപോലെ തന്നെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേനും മെയിൻലി ഫോക്കസിങ് ഓൺ ദ കളേഴ്സ്. അപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ കളർ പാറ്റേൺസ് വ്യത്യാസമായിരിക്കും, ഒരു പെൺകുട്ടിയാണെങ്കിൽ കളർ പാറ്റേൺസ് വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പം ഒരു പ്രായം കഴിയുമ്പോഴത്തേനും ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ആ കിഡ്സ് ബെഡ്റൂം മാറ്റി വേറൊരു കോൺസെപ്റ്റിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ക്ലയൻസ് നമുക്ക് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാൾപേപ്പേഴ്സ് എല്ലാം മാറ്റി ജസ്റ്റ് പെയിന്റിങ് ടെക്സ്ചേഴ്സിലേക്ക് നമുക്ക് പോയി ഒരു നോർമൽ ബെഡ്റൂമിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. യെസ്. ഈ ഇന്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ലൈക്ക് കംഫർട്ടും വേണം, അറ്റ് ദ സെയിം ടൈം സ്റ്റൈലും വേണം. അതെങ്ങനെയാണ്? സോ ദാറ്റ് ഈസ് വെരി ചാലഞ്ചിങ്. നമുക്ക് എപ്പോഴും ഈ എർഗണോമിക്കും എസ്തെറ്റിക്സും മീറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഫേർണിച്ചേഴ്സിലേക്ക് വരാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ കംഫർട്ട് ആയിരിക്കും കൂടുതലും നോക്കുന്നത്. എന്നാൽ കംഫർട്ട് ഉള്ളത് എസ്തെറ്റിക്കലി ഭംഗിയായിരിക്കണം എന്നില്ല, എസ്തെറ്റിക്കലി ഭംഗിയുള്ളത് എർഗണോമിക്കലി ഓക്കെ ആയിരിക്കണം എന്നില്ല. സോ അത് സ്റ്റിൽ ഇറ്റ് ഈസ് എ ചലഞ്ച്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ കൂടുതൽ റിക്വയർമെൻറ്റ് എക്സാക്ട്ലി കറക്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് അതിന് പറ്റിയൊരു എർഗണോമിക്കൽ മോഡലായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എർഗണോമിക്കലി നമുക്ക് എത്ര കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് വരുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ എസ്തെറ്റിക്സ് പാർട്ട് നോക്കുന്നത്. സോ ഇത് രണ്ടും നമുക്ക് ലൈക്ക് ഇപ്പോഴും ഒരു ചലഞ്ചിങ് ഒരു ടാസ്ക് തന്നെയാണ്. സ്റ്റിൽ ഇറ്റ് ഇസ് എ ചലഞ്ചിങ്. കാരണം ഒരു ഭംഗിയുള്ള സാധനം ചിലപ്പോൾ ഇരിക്കാനായിട്ട് സുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇരിക്കാനായിട്ട് നല്ല ലക്ഷറി അല്ലെങ്കിൽ നല്ലൊരു കോംഫി ആയിരിക്കും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് സ്റ്റിൽ എ ചലഞ്ച് ദാറ്റ് വി ആർ സ്റ്റിൽ ഫേസിങ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി ക്യാൻ ലൈക്ക് സാറ്റിസ്ഫൈ ദം. ലൈക്ക് അപ്പം കുറച്ച് എർഗണോമിക്കലി ഭംഗിയാക്കി, കുറച്ച് എസ്തെറ്റിക്കലി ഭംഗിയാക്കി, കുറച്ച് എർഗണോമിക്കലി കംഫർട്ടബിൾ ആക്കി നമുക്കൊരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഏതൊരു ഫീൽഡിനെക്കാളും ട്രെൻഡിനൊപ്പം തന്നെ പോകേണ്ട ഒരു ഏരിയയാണ് ഇന്റീരിയർ ഡിസൈനിങ്. സോ ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്സ്? ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എനി ഇൻഡസ്ട്രീസ്, ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്തേ പറ്റും. ബിക്കോസ് ഈ ഒരു ലൈക്ക് എറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും ദേ ആർ എഡ്യൂക്കേറ്റഡ്. ഇന്ന് എന്താ വേൾഡിൽ അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് ഇസ് അവൈലബിൾ എവരിവെയർ. എക്സാക്ട്ലി. ചിലപ്പോൾ നമ്മളെക്കാളും മുന്നേ അവർക്ക് അറിയാനുള്ള ഒരു ഓപ്ഷൻസും അവർക്കുണ്ട്. സോ വാട്ട് വി ഡു ഈസ് വി അസോസിയേറ്റ് വിത്ത് ലോട്ട് ഓഫ് ആർക്കിടെക്ട്സ്, വി അസോസിയേറ്റ് വിത്ത് ലോട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സ്, വി അസോസിയേറ്റ് വിത്ത് ലോട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്.
അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. സോ അവരവർ പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിസ്കഷൻസും ഒരു ഹെൽത്തി കോൺവെർസേഷൻസും ഉണ്ടാകും. അവരുടെ പ്രോജക്ട്സ് ഷെയർ ചെയ്യും, ഞങ്ങളുടെ പ്രോജക്ട്സ് ഷെയർ ചെയ്യും. സോ വി ഹാവ് എ കമ്മ്യൂണിറ്റി വെയർ വി ഡിസ്കസ് എവറിത്തിങ്. അപ്പം അതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് നമ്മളുടെ കൊലീഗ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൂടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അതും അവരെ പ്രൊജക്ട്സ് നമ്മൾ കാണും. സോ ഇറ്റ് ഈസ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. അപ്പം അത് ലൈക്ക് മാർക്കറ്റിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. Like, subscribe and press bell button. Stay tuned for more videos.